ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വേറൊന്നുമല്ല. ഞാൻ ട്രെയിലറും റിവ്യൂവും ഒന്നും കാണാണ്ട് പെട്ടെന്ന് ഏതെങ്കിലും മൂവി കാണുമെന്ന് വെച്ചിട്ട് കാണാത്ത ഏതോ മൂവി കയറിയിട്ട് കണ്ടതാണ്. കാണാത്ത ഏതാ മൂവികളെന്ന് വെച്ചിട്ട് നോക്കി കയറി കണ്ട ഒരു മൂവിയാണ് മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞ മൂവി. അപ്പോൾ ഈ മൂവിനെ കുറിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ ആക്ച്വലി ഞാൻ ട്രെയിലർ പോലും കണ്ടിട്ടില്ല. ഇറങ്ങിയിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞാലാണ് ഇത് കയറുന്നത്. ഇതിനെപ്പറ്റി വലിയ റിവ്യൂസോ ഒന്നും ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ഏതെങ്കിലും ഒരു പടം ലൈക്ക് കയറാം എന്ന് വെച്ച് കയറി കണ്ട ഒരു പടമാണ് മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞ പടം. സത്യം പറഞ്ഞാൽ ഇതുവരെ മീൻസ് ഈ റീസെൻ്റ്ലി ഇപ്പോൾ ഓൾമോസ്റ്റ് ഇറങ്ങിയ എല്ലാ പടവും ഞാൻ കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടത്തിൽ ഒന്ന് തന്നെയായിരിക്കും മോളിവുഡ് ടൈംസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ ഞാൻ വിചാരിച്ചു എല്ലാം ഊളപ്പെടാന്ന് വിചാരിച്ച് കയറിയതായിരുന്നു. പണ്ടെപ്പോഴും ഇതിൻ്റെ ഒരു പോസ്റ്റർ കാര്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വല്ല പണ്ടത്തെ ഏതെങ്കിലും മൂവി ബേസ് ആയിട്ടുള്ള എന്തെങ്കിലും ഓൾഡ് വിൻറ്റേജ് ടൈപ്പ് എന്തെങ്കിലും മൂവിയാണെന്ന് വെച്ചിട്ട് വിചാരിച്ചിട്ട്, എന്നാലും ബാക്കിയെല്ലാം മൂവി കണ്ട സ്ഥിതിക്ക് ഈ മൂവി കാണാമെന്ന് വെച്ചിട്ട് കയറി കണ്ടതാണ്. ആൻഡ് അൺഎക്സ്പെക്റ്റഡ്ലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ കൂടെ വന്നവന് പറഞ്ഞത് ഒരു ആവറേജ് മൂവിയാണെന്ന് പറഞ്ഞത്. വലിയ മൂവിയൊന്നും അല്ല, ബട്ട് സ്റ്റിൽ എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഒരിക്കലും നോർമലി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിലൊരു എന്താ പറയുക, നല്ലൊരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് കൂടുതലായിട്ട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. മോസ്റ്റ് ഓഫ് ദ മൂവീസ് ഞാൻ കാണുന്നത് എല്ലാപ്പോഴും ഹീറോ എൻഡ് മൂവിൻ്റെ പടത്തിൻ്റെ എൻഡ് ആയി കഴിയുമ്പോൾ ഹീറോ ജയിച്ചു അല്ലെങ്കിൽ ഹീറോന് ഹാപ്പി എൻഡിങ് ആ ഒരു മെൻറ്റാലിറ്റിയാണ് എല്ലാ മൂവീസും പോകുന്നത്. ബട്ട് ഈ മൂവിയിൽ എനിക്ക് പറയുകയാണെങ്കിൽ ഇതിനകത്ത് നമ്മുടെ ഹീറോ എല്ലാപ്പോഴും ജയിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന തോറും തോറ്റുകൊണ്ടിരിക്കുകയാണ്. ബട്ട് സ്റ്റിൽ ട്രൈങ്. എൻഡിലെത്തിക്കഴിഞ്ഞപ്പോഴും സത്യം പറഞ്ഞാൽ ഏറ്റവും ഹെയ്റ്റുള്ള തൻ്റെ ലൈഫ് തൻ്റെ രീതിയിൽ പോകാൻ വേണ്ടി എന്തൊക്കെ കളിച്ചിട്ടും ലാസ്റ്റിൻ്റെ എൻഡ് വരെ പോയിട്ടും അവസാനം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അതും കൈവിട്ടുപോയി. തൻ്റെ നിയന്ത്രണത്തിലല്ല തൻ്റെ ജീവിതം പോകുന്നത് എന്നൊരു രീതിയിലാണ് നായകൻ പോകുന്നത്. ആൻഡ് ഫൈനലി എല്ലാവരും തന്നെ ഹെയ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തനിക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് പകുതി അധികം അടഞ്ഞിട്ടാണുള്ളത്. തൻ്റെ എത്ര നല്ല സ്കിൽസും ടാലൻറ്റും ഉണ്ടായിട്ടും ഇമ്പ്രൂവ് അല്ല, ടാലൻ്റ് ഉണ്ടായിട്ടും തനിക്കൊരു അവസരം കിട്ടാണ്ട് എല്ലാവരും അടിച്ചമർത്തിപ്പെടുത്തി ഒരു ഹീറോ ആയിട്ടാണ് നമ്മുടെ മെയിൻ ഹീറോ ആയിട്ട് പോകുന്നത്. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യും, നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് അധികം ആക്കും എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടാതിരിക്കായിട്ടും അതിനകത്ത് അധികം സാധനങ്ങളൊന്നുമില്ല. സോ അതൊക്കെയാണ് എനിക്ക് മോളിവുഡ് ടൈംസ് എന്ന മൂവിൻ്റെ റിവ്യൂവിനെ കുറിച്ച് പറയാനുള്ളത്. പേഴ്സണലി സ്പീക്കിംഗ്, ഐ ലൈക്ക് ദ മൂവി. ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, ചിലർക്ക് ഇഷ്ടപ്പെട്ടിരിക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്ര പറയാനുള്ളൂ.